പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ട്രംപ് മൂന്നാം ലോക യുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പുകൾ നടത്തുകയാണ്. ഇറാനുമായി തുടരുന്ന സംഘർഷവും ആഗോള സുരക്ഷാ ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് 2027ലേക്കായി $1.5 ട്രില്യൺ വമ്പൻ പ്രതിരോധ ബജറ്റ് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ചിലവ് വർധനവായി കണക്കാക്കപ്പെടുന്ന ഈ നിർദ്ദേശം അമേരിക്കയുടെ യുദ്ധനയവും സാമ്പത്തിക മുൻഗണനകളും എവിടേക്കാണ് നീങ്ങുന്നതെന്ന ചോദ്യവും ഒരേ സമയം ഉയർത്തുന്നു. ഒരു വശത്ത് ഈ നീക്കം അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഭരണകൂടം വാദിക്കുമ്പോൾ, മറുവശത്ത് ഇത് അനാവശ്യമായ യുദ്ധവ്യാപനത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും വഴിവെക്കുന്ന ഒരു അപകടകരമായ തീരുമാനമാണെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രതിദിനം ഏകദേശം $3 ബില്യൺ വരെ ചിലവാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ സംഘർഷത്തിന്റെ സാമ്പത്തിക ഭാരം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. പുനർനിർമ്മാണവും ആയുധശേഖര പുനർനിർമ്മാണവും പോലുള്ള ദീർഘകാല ചിലവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കൂടി പരിഗണിക്കുമ്പോൾ ഈ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്നത് വ്യക്തമാകുന്നുണ്ട്. ഇതിനിടെ പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കാൻ ആഭ്യന്തര പദ്ധതികളിൽ നിന്നും $73 ബില്യൺ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാവുന്ന ഒന്നായി മാറുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ വാദപ്രകാരം ഈ ചിലവ് വർധനവ് അനിവാര്യമാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം നിലനിർത്തുന്നതിനും അതിന്റെ സഖ്യരാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും ഭീഷണികളെ മുൻകൂട്ടി തടയുന്നതിനുമാണ് ഈ നിക്ഷേപം ആവശ്യമായത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സ്ഥിരത ഉറപ്പാക്കാനും ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കാനുമുള്ള ബാധ്യത അമേരിക്കയ്ക്കുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാഴ്ചപ്പാടിൽ പ്രതിരോധ ബജറ്റ് വർധനവ് ഒരു യുദ്ധനയം മാത്രമല്ല, ആഗോള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ വിമർശകർ ഈ വാദങ്ങളെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഫെഡറൽ കടം ഇതിനകം തന്നെ $39 ട്രില്യൺ കടന്നിരിക്കെ കൂടുതൽ സൈനിക ചിലവുകൾ കൂട്ടുന്നത് സാമ്പത്തികമായി ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം പോലുള്ള അടിസ്ഥാന മേഖലകളിൽ ചിലവ് കുറയ്ക്കുമ്പോൾ യുദ്ധത്തിനായി ട്രില്യൺ കണക്കിന് ഡോളർ ചിലവഴിക്കുന്നത് ഒരു അശ്രദ്ധമായ മുൻഗണനയാണെന്നാണ് വിമർശനം. അമേരിക്കൻ ജനതയ്ക്ക് യുദ്ധമല്ല, ആരോഗ്യ സംരക്ഷണമാണ് വേണ്ടതെന്ന ഹൗസ് ഡെമോക്രാറ്റുകളുടെ പ്രസ്താവന ഈ വാദത്തിന്റെ സാരാംശം തന്നെ വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം ട്രംപിന്റെ സ്വന്തം പാർട്ടിയിലും ആശങ്കകൾ ഉയരുന്നുണ്ട്. വലിയ ചിലവ് വർധനവ് ഫെഡറൽ കമ്മി കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും ഭാവി തലമുറകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്നും ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൽ ഈ ബജറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ഒരു ഭാഗം സാധാരണ നിയമനിർമ്മാണ നടപടികളിലൂടെ പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗം പാർട്ടി ലൈൻ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം രാഷ്ട്രീയ സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ മുന്നിലുള്ള വലിയ ചോദ്യം എന്നത് സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും തമ്മിലുള്ള സമതുലനം എങ്ങനെ കൈവരിക്കാമെന്നതാണ്. യുദ്ധകാല ആവശ്യങ്ങൾ അനിവാര്യമാണെന്ന് വാദിക്കുന്നവരും അതേസമയം ആഭ്യന്തര വികസനം അവഗണിക്കരുതെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും തമ്മിലുള്ള ഈ വാദപ്രതിവാദം അടുത്ത വർഷങ്ങളിലെ അമേരിക്കൻ നയങ്ങളെ നിർണ്ണയിക്കുന്നതായിരിക്കും. അവസാനമായി ട്രംപിന്റെ $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റ് നിർദ്ദേശം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അത് അമേരിക്കയുടെ ഭാവി ദിശയെ നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി തുടരണമോ അതോ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമോ എന്ന ഇരട്ട ചോദ്യങ്ങൾക്കിടയിൽ അമേരിക്ക ഇപ്പോൾ നിൽക്കുകയാണ്. ഈ തീരുമാനത്തിന്റെ ഫലങ്ങൾ അമേരിക്കയുടെ അതിർത്തികൾക്കപ്പുറം മുഴുവൻ ലോകത്തെയും ബാധിക്കുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.